السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാവിൽ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നാം ഓരോ ദിനവും പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൻ അബീദർ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ ലാ ബദുവിൻ ലാ തുഖാമു ഫീഹിമുസ് സ്വലാത്തു ഇല്ലാ ഖദ് ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാനു ഫഅലൈക ബിൽ ജമാഅത്തി ഫഇന്നമാ യഅകുലു ദിഅ്ബുൽ ഖാസിയ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ഏതെങ്കിലും ഗ്രാമത്തിലോ വിജന സ്ഥലത്തോ മൂന്നാളുകൾ ഉണ്ടാവുകയും അവിടെ ജമാഅത്തായി നമസ്കരിക്കാതിരിക്കുകയും ചെയ്താൽ പിശാച് അവരുടെ മേൽ പരിപൂർണമായി ആധിപത്യം ചെലുത്തുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ വിജനമായ സ്ഥലത്ത് മൂന്നാളുകൾ ഉണ്ടായിരിക്കുകയും അവിടെ അവർ ജമാഅത്തായി നിസ്കരിക്കാതെ അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ മേൽ ശൈത്വാൻ ആധിപത്യം സ്ഥാപിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിനെ അത്യാവശ്യമായി കാണുക. ഒറ്റപ്പെട്ട ആടിനെ ചെന്നായി തിന്നുന്നത് പോലെ മനുഷ്യനെ പിശാച് തിന്നുകളയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാളും നല്ലത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 പേരുണ്ടെങ്കിൽ ഒരുമിച്ച് ജമാഅത്തായി നമസ്കരിക്കുക. ആ സമയത്ത് ശൈത്താൻ നമ്മളിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവന് കഴിയില്ല എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫുൽ ലൈൽ വമൻ സല്ല സുബഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈലു കുല്ലുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ പകുതി രാത്രി ഇബാദത്ത് ചെയ്തവനെ പോലെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ രാത്രി പൂർണ്ണമായും നമസ്കരിച്ചവനെ പോലെയാണെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി ഇബാദത്ത് ചെയ്തവനെ പോലെയും സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ രാത്രി പരിപൂർണമായി നമസ്കരിച്ചവനെ പോലെ പ്രതിഫലം കിട്ടുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم إن أثقل صلاة على المنافقين صلاة العشاء وصلاة الفجر. رسول الله صلى الله عليه وسلم തങ്ങൾ അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമേറിയ നമസ്കാരം ഇശായുടെയും സുബഹിയുടെയും നമസ്കാരങ്ങളാണെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിലധികം പേരും ഒഴിവാക്കി കളയുന്ന നിസ്കാരങ്ങളാ സുബഹിയും ഇശായും. അത് മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന കാര്യമായിരുന്നു, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൊറോണയും രോഗവുമൊക്കെ ആയ സാഹചര്യങ്ങളിൽ പള്ളികൾ അടഞ്ഞു കിടക്കുന്ന സമയത്ത് ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്നവർ, അവർക്ക് മനസ്സിലാക്കാൻ 3 പേരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജമാഅത്തായി നിസ്കരിക്കുക. ആ ജമാഅത്തായി നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ആ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വലൗ യഅലമൂന മാ ഫി التحجير
ലസ്തബഖൂ ഇലൈഹി വലൗ യഅലമൂന മാ ഫിൽ അതമതി വസ്സുബ്ഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉച്ചവെയിലിൽ ളുഹർ നമസ്കാരത്തിന് വേണ്ടി നടന്നു പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ അതിനുവേണ്ടി അവൻ മത്സരിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു, ളുഹർ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ആ നട്ടുച്ച വെയിലത്ത് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് നടന്നു പോയാൽ ആ മനുഷ്യന് അള്ളാഹു നൽകുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങൾ അതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു. ഇശയുടെയും സുബഹിയുടെയും നമസ്കാരത്തിൻ്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ രോഗവും മറ്റു കാരണങ്ങളുമായി ിൽ പോലും ഇഴയേണ്ടി വന്നാലും ശരി, അവർ അതിനുവേണ്ടി ഹാജരാകുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നട്ടുച്ച വെയിലത്ത് ളുഹർ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നുപോയി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ നടന്നു പള്ളിയിലേക്ക് ളുഹറിന് പോകാൻ മത്സരിക്കുമായിരുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഇശായുടെ സുബഹിയുടെയും നമസ്കാരത്തിൻ്റെ പ്രതിഫലം ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവന് രോഗമോ മറ്റു കാരണമായി എന്തെങ്കിലും പ്രയാസത്തിലാണെങ്കിലും അവൻ മുട്ടിൻ്റെ മേൽ ഇഴഞ്ഞിട്ടാണെങ്കിലും ശരി അവന് പള്ളിയിൽ ഹാജരാകുമായിരുന്നു എന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മുനാഫിക്കീങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ ഇശായും സുബഹിയും ആ നമസ്കാരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ മഹത്തമായ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. عن أبي بكر رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم من صلى الصبح في جماعة فهو في ذمة الله فمن أخفف ذمة الله أبه الله في النار لوجهه. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയതായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ജമാഅത്തായി സുബഹി നമസ്കരിച്ചാൽ അവൻ അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. സുബഹി നമസ്കരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനാൽ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ വന്ന വ്യക്തിയെ ഉപദ്രവിക്കുന്നവനെ അള്ളാഹു മുഖം കുത്തിയവനായി നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു എടുക്കുന്നു. അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലുള്ള ഒരു വ്യക്തിയെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ നരകത്തിലേക്ക് അവന്റെ മുഖം കുത്തിയ അവസ്ഥയിൽ വലിച്ചു കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിൻ്റെയും 5 വഖത്ത് നമസ്കാരത്തിൻ്റെയും മഹത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ ജമാഅത്തായി നമസ്കാരങ്ങളില്ല എന്ന് കരുതിയിട്ട് പള്ളിയുമായി ബന്ധം കളഞ്ഞവരുണ്ട്. 5 നേരം നിസ്കരിച്ചു കൊണ്ടിരുന്നവരൊക്കെ പലരും അതിൽ നിന്ന് മാറിയിരിക്കുന്നു. ജുമാഅയ്ക്ക് പള്ളിയിലേക്ക് പോലും പോകാൻ ഭയപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലാണെങ്കിലും നമ്മൾ 3-4 പേരുണ്ടെങ്കിലും കുടുംബക്കാരാകട്ടെ വീട്ടുകാരാകട്ടെ നമുക്കവിടെ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുമല്ലോ. എവിടെയാണെങ്കിലും നിസ്കരിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖത്തും ജമാഅത്തായി നിസ്കരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഓർമ്മയോടുകൂടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.